രാഹുലും അനിൽ വിളയിലും ഈ പ്രതികരണം നടത്തുമ്പോൾ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ കെ പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴികളിൽ തന്ത്രിക്ക് കൂടി ഈ വിഷയവുമായിട്ട് ബന്ധമുണ്ട്, തന്ത്രിക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് കെ പത്മകുമാർ മൊഴി കൊടുത്തു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. CPM ഒരു നറേറ്റീവ് നടത്തുകയാണ്. അത് വിശ്വാസി സമൂഹത്തെ തിരിച്ചു നിർത്താനുള്ള ഒരു അടവ് നയമാണ്. കോടതി പോലും പരാമർശിച്ചിട്ടില്ലല്ലോ തന്ത്രിയുടെ പേര് എന്നാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. പക്ഷേ VHP നേതാവ് അനിൽ വിളയിൽ പറയുന്നത് ഇതിനകത്ത് ആരുടെ എല്ലാം പങ്കുണ്ട് അതെല്ലാം പുറത്തു വരട്ടെ എന്നുള്ളതുമാണ്. CPM പ്രതികരണം. ഇവിടെ CPM-ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് നറേറ്റീവ് ഇല്ല. അവിടെ ഒരു മോഷണമുണ്ടായി, മോഷണത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ പേരെ ജയിലിൽ അടയ്ക്കണം. ഇതാണ് CPM-ന്റെ എപ്പോഴത്തെ നിലപാട്. അതിനുവേണ്ടി CBI എപ്പോഴും പൊരുതും. ഇവിടെ ഇപ്പൊ വന്ന വിഷയം തന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യം പുതിയ വസ്തുതയല്ല. കാരണം എന്താണ്? ബഹുമാനപ്പെട്ട തന്ത്രി താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ബാംഗ്ലൂരിലെ ശ്രീരാംപൂർ അയ്യപ്പ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ഈ പോറ്റി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ പുറത്തു വന്നതാണ്. 2004-ൽ ആ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് ഈ തന്ത്രിയാണ് എന്നും കീഴ്ശാന്തിയുടെ പരികർമ്മിയാക്കിയെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൂന്നാമത്, തന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയിൽ നിന്നാണ് ഈ പോറ്റി കട്ടുകൊണ്ടുപോയ സ്വർണം ഇപ്പൊ കണ്ടെടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയ നറേറ്റീവാണോ? 2 ആഴ്ച മുന്നേ സ്വർണം പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടെത്തി ഇവിടെ നിന്നാണ്. അത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്വർണ്ണക്കടയിൽ നിന്ന്. ഇതിനർത്ഥം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ആരൊക്കെയാണോ പങ്കുള്ളത് അവരിലേക്കെല്ലാം അന്വേഷണം പോകണം. ഞങ്ങളൊരു പ്രതിയെയും ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ടോർച്ചടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്ല ശ്രീ കെ അനിൽകുമാർ, ഇതിനകത്ത് ആകെ വളരെ പ്രാഥമികമായിട്ട് ഒറ്റ വിഷയം. ഒന്ന്, ഈ നടന്നത് സ്വർണ്ണക്കൊളയാണെന്ന് പത്മകുമാർ എവിടെയെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. പത്മകുമാർ ഏതെങ്കിലും സ്വർണ്ണക്കൊള നടത്തിയെന്ന് CPM സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ പത്മകുമാറിന്റെ തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞാലും ചെയ്തത് തെറ്റല്ല എന്ന് പറയുന്നിടത്ത് തന്ത്രിയെ കുറ്റപ്പെടുത്താൻ CPM-ന് എങ്ങനെ കഴിയും? തന്ത്രി ഏതെങ്കിലും കൊള്ള നടത്തി എന്നുള്ള ഒരു രീതിയിലേക്ക് പത്മകുമാർ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. പത്മകുമാർ ആദ്യം സമ്മതിച്ചാലാണല്ലോ അതിന് ഉത്തരവാദിത്തം തന്ത്രിക്കുണ്ടോ ഇല്ലയോ എന്ന് പുറത്തേക്ക് വരിക. അല്ല, ഞങ്ങൾ ഇതിൽ ആരുടെയും പങ്കുണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നവരല്ല. പങ്കാളിത്തമുള്ളവരെ കണ്ടെത്തേണ്ടത് പോലീസാണ്. അവരവരുടെ പണി നടത്തട്ടെ. നമ്മുടെ മുമ്പിൽ വന്ന വസ്തുത എന്താണ്? കട്ട സ്വർണം കണ്ടെത്തിയ കട ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ശബരിമല തന്ത്രിയാണ്. ഇതിൽ നിന്ന് നമ്മൾ കാണുന്ന അനുമാനം എന്താണ്? അത് വിശദീകരിക്കേണ്ടത് ആരാണ്? അവര് വിശദീകരിച്ചോട്ടെ. ഞങ്ങൾ ആരെങ്കിലും കണ്ടെത്തിയ വസ്തുത. അല്ല ശ്രീ കെ അനിൽകുമാർ, രാഹുൽ ഈശ്വർ അല്പം മുൻപ് പറഞ്ഞത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശം ഈ തന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശമൊക്കെ CPM-ന്റെ നേതാക്കന്മാർക്കടക്കം എതിരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വേറൊരു തരത്തിലൊരു പഴിചാരലുണ്ടാക്കുക, നറേറ്റീവാക്കി മാറ്റുക, അറസ്റ്റിലാവും കസ്റ്റഡിയിലായ ഒരാള് തന്ത്രിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പറയുക. പക്ഷെ കോടതി ഇതുവരെ ഏതെങ്കിലും തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുമില്ല. ഫോക്കസ് വഴിമാറ്റി എന്നാണ്. അത് തന്നെയാണ് കോടതി വിശദീകരിക്കേണ്ട ഒരു കാര്യം. 2019-ൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മീഷണർ അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണം. ശബരിമലയിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി അറിയാതെയാണോ? 2019-ൽ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങൾ അവിടെ നിയോഗിച്ച കമ്മീഷണർ അറിഞ്ഞില്ലേ? ആ കമ്മീഷണറുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ലേ? നമ്മൾ പരിശോധിക്കുമ്പോ ഈ ഹൈക്കോടതിക്ക് ഇന്നത്തെ അധികാരം 2019-ലുണ്ട്. 2019-ലെ ദേവസ്വം ബെഞ്ച് ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലേ? അറിയിക്കാൻ ചുമതലപ്പെട്ട അവരുടെ നിയോഗിച്ച കമ്മീഷണർ അവിടെ ഉണ്ടോ? ആ കമ്മീഷണർ അടക്കം അവിടെ നിൽക്കുന്നത്, ശ്രീ കുറുപ്പടക്കം അവിടെ നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അവിടെ വാതിൽ സ്ഥാപിക്കുമ്പോൾ ശ്രീ കുറുപ്പ് അവിടെ നിൽക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചല്ലോ. മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിച്ചു. അതായത് ചുരുക്കം ഇതാണ്, ഞങ്ങളെ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ഇതിന് പങ്കുണ്ട് എന്നുള്ളൊരു നിലപാട് പറയുകയാണോ ശ്രീ കെ അനിൽകുമാർ? ഞങ്ങൾ ഇതിനകത്ത് ആരും പെടുത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആരും ഇതിനകത്ത് പെട്ടതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ആരാണ് പെട്ടത് ആരാണ് പെടാത്തത് എന്ന് പറയേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. ഇതിൽ ഞാൻ ഒന്നാമതായി ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്ത്രിക്കെതിരായി പരാമർശം നടത്തിയില്ലല്ലോ എന്ന ചോദ്യം. ഞാൻ പറയുന്നത് ഹൈക്കോടതി തന്ത്രിക്കെതിരായി മാത്രമല്ല, ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷണർമാർ അക്കാര്യത്തിൽ എന്താണ് നിലപാട് സ്വീകരിച്ചത് എന്ന കാര്യം ഹൈക്കോടതി അന്വേഷിച്ചോ? അത് അന്വേഷിക്കേണ്ടതല്ലേ? ഒരു ഭാഗം മാത്രം അന്വേഷിച്ചാൽ മതിയോ? അപ്പൊ എല്ലാം അന്വേഷിക്കണം.
ഇവിടെ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, കോടതിയുടെ നേതൃത്വം കൂടി ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു. കോടതിയുടെ നേതൃത്വത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അതും വീഴ്ചയാണ്. അത് പരിശോധിക്കപ്പെടണ്ടേ? അല്ല, ആ ഭാഗം പരിശോധിക്കാൻ പാടില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-നെ കടന്നാക്രമിക്കാം. അല്ല അല്ല ഈ പറഞ്ഞു വരുന്നത് CPM-നെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നു എന്ന തരത്തിലാണോ? കോടതിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അങ്ങനെയാണോ ശ്രീ കെ അനിൽകുമാർ? അല്ല, കോടതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർമാരും കോടതി നിയോഗിച്ച കമ്മീഷണർമാരും അവിടെ ഉണ്ട്. അവരുടെ ഇക്കാര്യത്തിലെ പങ്കാളിത്തം എന്താണ്? അവരിന് സമ്മതം കൊടുത്തിട്ടുണ്ടോ? ആ ഭാഗം അന്വേഷിക്കേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? ഞങ്ങൾ അന്വേഷിക്കണം എന്നല്ല, ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിൽ ഒന്നും ഒഴിവാക്കേണ്ടതില്ല. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ശരി, ശ്രീ കെ അനിൽകുമാർ, രാഹുൽ ഈശ്വർ ഇതിനുള്ള